ഭൂമി ഇല്ലാതായാലും മനുഷ്യന് നിലനിൽക്കാനാവുമെന്നും മറ്റൊരു ഗ്രഹത്തിലേക്ക് താമസം മാറ്റാനാവുമെന്നും ചിന്തിക്കുന്നവർ എത്ര പേരുണ്ടാകും. എന്നാൽ അങ്ങനെ ചിന്തിക്കുകയും അതിനുവേണ്ടി തന്റെ ജീവിതം സമർപ്പിക്കുകയും ചെയ്ത പ്രതിഭാശാലിയായ ഒരു മനുഷ്യനുണ്ട്. കഥകളിലും സിനിമയിലും മാത്രമേ നടക്കൂ എന്ന് നമ്മൾ വിശ്വസിച്ച പല കാര്യങ്ങളും അദ്ദേഹം യാഥാർത്ഥ്യമാക്കിക്കൊണ്ടിരിക്കുകയാണ്. ലോകത്തിലെ ഏറ്റവും ധനികനും മികച്ച സംരംഭകനും നിക്ഷേപകനും ശാസ്ത്രജ്ഞനും എഞ്ചിനീയറുമായ എലോൺ മസ്ക്. ആരും ചിന്തിക്കാത്ത ആശയങ്ങളാണ് എലോൺ മസ്കിന്റെ തലയിൽ ഉദിക്കുക. അത്തരമൊരു ആശയമാണ് അന്യഗ്രഹങ്ങളിൽ മനുഷ്യന്റെ താമസം എന്നത്. ഈ ആശയത്തിന്റെ പൂർത്തീകരണത്തിന് വേണ്ടി എലോൺ മസ്ക് രൂപം കൊടുത്ത ബഹിരാകാശ കമ്പനിയാണ് സ്പേസ് എക്സ്. സ്പേസ് എക്സ് കമ്പനിയുടെ ഓരോ വളർച്ചാഘട്ടത്തിലും മസ്കിന്റെ ചൊവ്വ യാത്ര എന്ന ലക്ഷ്യത്തിലേക്കുള്ള ദൂരം കുറഞ്ഞു വരുന്നതായി കാണാം. അതിനായി മസ്ക് എടുത്ത റിസ്ക് ഈ നൂറ്റാണ്ടിൽ ആരും ധൈര്യപ്പെടാത്ത ഗണത്തിലുള്ളതാണ്. മനുഷ്യരാശിയുടെ നിലനിൽപ്പ് ഭൂമി എന്ന ചെറുഗ്രഹത്തെ മാത്രം ആശ്രയിച്ചായിരിക്കരുത് എന്നാണ് എലോൺ മസ്കിന്റെ നിലപാട്. മനുഷ്യൻ ഏകഗ്രഹ ജീവിയായി ഒതുങ്ങിക്കൂടാ, പകരം ബഹുഗ്രഹ ജീവിയാകാൻ പരിശ്രമിക്കണം. മൾട്ടി പ്ലാനറ്ററി സ്പീഷീസ് എന്ന വാക്കുപയോഗിച്ചാണ് മസ്ക് എല്ലായിടത്തും മനുഷ്യവംശത്തെ വിശേഷിപ്പിക്കുന്നത്. കുറച്ചു നൂറ്റാണ്ടുകൾ പിന്നോട്ട് സഞ്ചരിച്ചാൽ ഇന്ന് വളരെ സാധാരണമായ പലതും മാജിക് പോലെ നമുക്ക് തോന്നും. ദൂരെയുള്ള ആളുകളോട് സംസാരിക്കുക, ചിത്രങ്ങൾ അയച്ചു കൊടുക്കുക, പറക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ പണ്ടുള്ളവർക്ക് മാജിക് മാത്രമായിരുന്നു. ഇന്ന് കെട്ടുകഥകളെ പോലെ തോന്നുന്ന തന്റെ ആശയങ്ങൾ നാളെ മൊബൈൽ ഫോണും ഇന്റർനെറ്റും പോലെ മനുഷ്യരുടെ നിത്യജീവിതത്തിന്റെ ഭാഗമാകും എന്ന ഉറപ്പാണ് എലോൺ മസ്കിന്റെ ഈ വാക്കുകളിലുള്ളത്. ദക്ഷിണാഫ്രിക്കയിലെ പിട്രോറിയയിൽ 1971 ജൂൺ 28 ഇലോൺ റീവ് മസ്ക് എന്ന ഇലോൺ മസ്ക് ജനിച്ചത്. കുട്ടിക്കാലത്ത് സയൻസ് ഫിക്ഷൻ നോവലുകളും കഥാപുസ്തകങ്ങളുമായിരുന്നു മസ്കിന്റെ കൂട്ട്. 9-ാം വയസ്സിൽ മസ്കിന് ഒരു കമ്പ്യൂട്ടർ സ്വന്തമായി ലഭിച്ചു. കമ്പ്യൂട്ടർ പ്രോഗ്രാമുകൾ നിർമ്മിക്കലായി പിന്നീട് അവന്റെ വിനോദം. 12-ാം വയസ്സിൽ മസ്ക് സ്വയം ഉണ്ടാക്കിയ കമ്പ്യൂട്ടർ ഗെയിം അന്നത്തെ വലിയ വിലയ്ക്കാണ് വിറ്റുപോയത്. ദക്ഷിണാഫ്രിക്കയിൽ നിന്നും 17-ാം വയസ്സിൽ വെറും കൈയോടെ കാനഡയിലേക്ക് വന്ന ഇലോൺ മസ്ക് ഇന്ന് ലോകത്തിലെ ഏറ്റവും ധനികനായ വ്യക്തിയാണ്. പക്ഷേ സമ്പത്തുണ്ടാക്കുക എന്നതായിരുന്നില്ല മസ്കിന്റെ പ്രധാന ലക്ഷ്യം. ആ ലക്ഷ്യം കൈവരിക്കാനുള്ള കഠിന പരിശ്രമം അദ്ദേഹത്തെ മറ്റുള്ള വ്യവസായ സംരംഭകരിൽ നിന്നും വ്യത്യസ്തനാക്കുന്നു. 1992 അമേരിക്കയിലെത്തിയ മസ്ക് ഫിസിക്സിലും സാമ്പത്തിക ശാസ്ത്രത്തിലും ബിരുദം നേടി. തന്റെ കോളേജ് വിദ്യാഭ്യാസ കാലത്ത് ധാരാളം പുസ്തകങ്ങൾ വായിച്ച മസ്ക് തനിക്ക് എങ്ങനെയാണ് മനുഷ്യകുലത്തിന്റെ ഭാവിയെ സ്വാധീനിക്കുന്ന ഒരു ഘടകമാകാൻ കഴിയുക എന്ന് ഗൗരവമായി ചിന്തിച്ചു. ഇന്റർനെറ്റ്, ഊർജത്തിന്റെ പുനരുപയോഗം, ബഹിരാകാശ കോളനിവൽക്കരണം എന്നിങ്ങനെ 3 ഉത്തരങ്ങളാണ് മസ്കിന്റെ ആശയങ്ങളിൽ തെളിഞ്ഞു വന്നത്. ഈ മേഖലകളിലെ ഗവേഷണത്തിനായി തന്റെ ജീവിതം ഒഴിഞ്ഞുവെക്കാൻ അദ്ദേഹം തീരുമാനിച്ചു. ഇന്ന് സ്പേസ് എക്സ് കൂടാതെ ഇലക്ട്രിക് വാഹന നിർമ്മാണ കമ്പനിയായ ടെസ്ല, അമേരിക്കയിലെ പ്രമുഖ സൗരോർജ്ജ കമ്പനിയായ സോളാർ സിറ്റി, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സ്ഥാപനമായ ഓപ്പൺ AI, വൻകിട ടണൽ നിർമ്മാണ സ്ഥാപനമായ ബോറിംഗ് കമ്പനി തുടങ്ങിയവയുടെ തലവനും ലോകം പ്രതീക്ഷയോടെ ഉറ്റുനോക്കുന്ന പ്രതിഭാശാലിയുമാണ് എലോൺ മസ്ക്. അന്യഗ്രഹങ്ങളിലേക്ക് മനുഷ്യനെ അയക്കണമെങ്കിൽ അതിന് പറ്റിയ വലിയ വാഹനമാണ് ആദ്യം വേണ്ടത്. കുറഞ്ഞ ചെലവിൽ അത് നിർമ്മിക്കുക എന്ന ലക്ഷ്യവുമായി 2002 അമേരിക്കയിലെ കാലിഫോർണിയയിൽ സ്പേസ് എക്സ്പ്ലോറേഷൻ എന്ന സ്പേസ് എക്സ് സ്ഥാപിച്ചു എലോൺ മസ്ക്. വിവിധ സ്വകാര്യ നിക്ഷേപകരുടെ സഹായത്തോടെ ലക്ഷക്കണക്കിന് ഡോളർ ചെലവഴിച്ച് സ്പേസ് എക്സ് ഒരു റോക്കറ്റ് നിർമ്മിച്ചു. ഫാൽക്കൺ 1 എന്നതായിരുന്നു അതിന്റെ പേര്. 2008 സെപ്റ്റംബർ 28 ഫാൽക്കൺ 1 വിജയകരമായി ബഹിരാകാശത്തെത്തി. കോടികൾ ചെലവേറിയതാണ് ഓരോ റോക്കറ്റ് വിക്ഷേപണവും. റോക്കറ്റുകൾ സാധാരണയായി ഒറ്റത്തവണയെ ഉപയോഗിക്കാൻ പറ്റൂ. വിമാനങ്ങൾ ഓരോ യാത്രയ്ക്ക് ശേഷവും ഡിസ്പോസ് ചെയ്യേണ്ട അവസ്ഥയായിരുന്നുവെങ്കിൽ ഇന്നത്തെ വിമാനയാത്ര ചെലവ് എത്രയാകുമായിരുന്നു. ബഹിരാകാശ യാത്രയുടെ ചെലവ് കുറയ്ക്കാൻ വിമാനങ്ങൾ പോലെ വീണ്ടും വീണ്ടും ഉപയോഗിക്കാവുന്ന എങ്ങനെ ഉണ്ടാക്കാമെന്ന് എലോൺ മസ്ക് ചിന്തിച്ചു. 2011 മുതൽ ഇതിനായി ശ്രമം തുടങ്ങിയ അദ്ദേഹം 2015 ഡിസംബറിൽ വിജയം കണ്ടു. അതാണ് ഫാൽക്കൺ 9 റോക്കറ്റ്. റോക്കറ്റുകളുടെ സഹായത്തോടെ അന്തരീക്ഷത്തിലേക്ക് ലംബമായി കുതിച്ചുയരുകയും പിന്നെ ഒരു വിമാനം കണക്കെ തിരശ്ചീനമായി റൺവേയിൽ തിരിച്ചിറങ്ങുകയും വീണ്ടും വിക്ഷേപണത്തിന് യോഗ്യവുമായ ബഹിരാകാശ വാഹനങ്ങളാണ് സ്പേസ് ഷട്ടിലുകൾ. എന്നാൽ റോക്കറ്റുകൾ കുത്തനെ നിർത്തി വിക്ഷേപിക്കുന്ന അതേ രീതിയിൽ തന്നെ ഭൂമിയിൽ തിരിച്ചിറക്കാനുള്ള സംവിധാനം സ്പേസ് എക്സ് ആണ് ആദ്യമായി കൊണ്ടുവന്നത്. റോക്കറ്റുകൾ തിരിച്ചിറക്കാനുള്ള പ്രത്യേക തരം സ്പേസ് പോർട്ട് ഡോൺ ഷിപ്പും ഇതിനായി മസ്ക് കടലിലിറക്കി. 2018 ഫെബ്രുവരി 7 സ്പേസ് എക്സ് വിജയകരമായി ബഹിരാകാശത്തെത്തിച്ച റോക്കറ്റാണ് ഫാൽക്കൺ ഹെവി. ലോകത്തിലെ ഏറ്റവും വലിയ ബഹിരാകാശ ഏജൻസിയായ നാസയ്ക്ക് പോലും സാധിക്കാത്ത നേട്ടമാണ് സ്വകാര്യ ഏജൻസിയായ സ്പേസ് എക്സ് ഇതിലൂടെ സ്വന്തമാക്കിയത്. സൗരയൂഥത്തിന്റെ അങ്ങേയറ്റത്തുള്ള പ്ലൂട്ടോയിലേക്ക് വരെ എത്താൻ കരുത്തുള്ള റോക്കറ്റാണ് ഫാൽക്കൺ ഹെവി. റോക്കറ്റിന്റെ ബൂസ്റ്ററുകളും അപ്പർ സ്റ്റേജും വീണ്ടും ഉപയോഗിക്കാനും സാധിക്കും. ഉയർന്ന വലുപ്പവും ശേഷിയുമുള്ള ഉപഗ്രഹങ്ങൾ ബഹിരാകാശത്തെത്തിക്കാൻ ഫാൽക്കൺ ഹെവിക്ക് ഒരുപാട് ഉപഗ്രഹങ്ങൾ ഒന്നിച്ച് ഭ്രമണപഥത്തിലെത്തിക്കാമെന്നതാണ് ഫാൽക്കൺ ഹെവിയുടെ മറ്റൊരു പ്രത്യേകത. 2017 സെപ്റ്റംബറിൽ ഇലോൺ മസ്ക് പ്രഖ്യാപിച്ച മറ്റൊരു റോക്കറ്റ് പദ്ധതിയാണ് ബിഗ് ഫാൽക്കൺ റോക്കറ്റ് അഥവാ BFR. ഇതിന് 1.5 ലക്ഷം കിലോ ഭാരവുമായി ബഹിരാകാശത്തേക്ക് കുതിക്കാനാവും. 106 മീറ്റർ ഉയരമുണ്ട് ഈ റോക്കറ്റിന്. മസ്കിന്റെ സ്വപ്ന പദ്ധതികളായ ചൊവ്വയിലെ മനുഷ്യ കോളനിയും ഭൂമി ചന്ദ്രൻ ഗതാഗതത്തിനും പറ്റിയതാണ് BFR.
ഭൂഖണ്ഡങ്ങളിൽ നിന്നും ഭൂഖണ്ഡങ്ങളിലേക്ക് ബഹിരാകാശം വഴി സഞ്ചാരം സാധ്യമാക്കുക എന്ന ലക്ഷ്യവുമുണ്ട് പിന്നിൽ. സ്റ്റാർഷിപ്പ് എന്ന് പേര് മാറ്റിയ BFR പദ്ധതിക്ക് ഈ റോക്കറ്റിൽ ഇന്ത്യയിൽ നിന്നും അമേരിക്കയിൽ എത്തുന്നതിന് വെറും 1 മണിക്കൂറിൽ താഴെ സമയം മതിയാവും. ബഹിരാകാശത്തേക്ക് മനുഷ്യരെയോ മറ്റു വസ്തുക്കളെയോ എത്തിക്കാനായി സ്പേസ് എക്സ് വികസിപ്പിച്ചെടുത്ത ബഹിരാകാശ പേടകമാണ് ഡ്രാഗൺ ക്യാപ്സ്യൂൾ. ഫാൽക്കൺ 9 റോക്കറ്റ് ഉപയോഗിച്ച് 2010 ഈ പേടകത്തെ വിജയകരമായി ബഹിരാകാശത്തേക്ക് വിക്ഷേപിച്ചു. ഇത് പിന്നീട് ഭൂമിയിൽ തിരിച്ചെത്തി. 2012 അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെത്തിയ ഡ്രാഗൺ ഈ നേട്ടം കൈവരിക്കുന്ന ആദ്യത്തെ സ്വകാര്യ വാണിജ്യ പേടകമായി. സ്പേസ് എക്സിന്റെ ഈ നേട്ടം അംഗീകരിച്ച നാസ ഫാൽക്കൺ 9 റോക്കറ്റും ഡ്രാഗൺ ബഹിരാകാശ വാഹനവും ഉപയോഗിച്ചുള്ള ബഹിരാകാശ യാത്രകൾക്ക് സ്പേസ് എക്സുമായി കരാറുണ്ടാക്കി. 2040ഓടെ 80,000 പേരുടെ ഒരു കോളനി ചൊവ്വയിൽ സ്ഥാപിക്കാനാവും എന്നാണ് എലോൺ മസ്കിന്റെ പ്രഖ്യാപനം. ഈ പ്രധാന ലക്ഷ്യത്തെ പിന്തുണയ്ക്കുന്നതാണ് മസ്കിന്റെ എല്ലാ പ്രധാന സംരംഭങ്ങളും. ടെസ്ല കമ്പനി ഒരിക്കൽ ചൊവ്വയിൽ ഓടുന്ന വാഹനങ്ങൾ കണ്ടുപിടിച്ചേക്കാം. ചൊവ്വയിലെ ഗതാഗതം സുഗമമാക്കുന്ന മികച്ച സാങ്കേതിക വിദ്യകളാണ് ഹൈപ്പർലൂപ്പ് ബോറിംഗ് കമ്പനികളുടെ ഉദ്ദേശം. സോളാർ സിറ്റിയുടെ ഗവേഷണങ്ങളാവട്ടെ ചൊവ്വയിൽ ഊർജ്ജം നൽകും. മനുഷ്യന്റെ തലച്ചോറും കമ്പ്യൂട്ടറും തമ്മിൽ ബന്ധിപ്പിക്കുക, അങ്ങനെ മനുഷ്യന്റെ തലച്ചോറിന് കൂടുതൽ കഴിവ് നേടാനാവുമെന്നും മനുഷ്യരുടെ ബുദ്ധിയും ഓർമ്മശക്തിയും വർദ്ധിപ്പിക്കാൻ സാധിക്കുമെന്നും അൾഷിമേഴ്സ് പോലെയുള്ള രോഗങ്ങളെ ചെറുക്കാനാകുമെന്നും മസ്ക് കണക്കുകൂട്ടുന്നു. ഈ ലക്ഷ്യത്തോടെ മസ്ക് സ്ഥാപിച്ച കമ്പനിയാണ് ന്യൂറാലിങ്ക്. എത്ര തവണ പരാജയപ്പെട്ടാലും വിജയിക്കുന്നതുവരെ ശ്രമം തുടരുക, അതാണ് മസ്കിന്റെ നിശ്ചയദാർഢ്യം. ആരും ചെയ്യാത്ത അതിനൂതന പദ്ധതികൾ ഇന്ന് ചരിത്രത്തിന്റെ ഭാഗമാകുന്നതും ഈ നിരന്തര ശ്രമങ്ങളുടെ അനന്തരഫലങ്ങളാണ്. അറിവ്, ആഗ്രഹം, അഭിനിവേശം. വിജയത്തിനാവശ്യമായ ഈ 3 ചേരുവകളും കൃത്യമായി സമന്വയിപ്പിച്ചുകൊണ്ട് ദീർഘവീക്ഷണത്തോടുകൂടി പദ്ധതികൾ ആസൂത്രണം ചെയ്ത് കഠിനാധ്വാനവും നിശ്ചയദാർഢ്യവും കൊണ്ട് ലോകത്തെ വിസ്മയിച്ചു കൊണ്ടിരിക്കുകയാണ് എലോൺ മസ്ക്. ഭൂമിയിൽ ജനിച്ചു, എന്തിനിവിടെ തന്നെ മരിക്കണമെന്ന മസ്കിന്റെ ചോദ്യത്തിനു മുന്നിൽ, നിശ്ചയദാർഢ്യത്തിനു മുന്നിൽ ബഹിരാകാശത്തിന്റെ അതിർവരമ്പുകൾ തോൽവി സമ്മതിക്കുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം.